അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ലോകത്ത് ഏറ്റവും അധ്വാനമുള്ള പണി എന്താണെന്ന് ചോദിച്ചാൽ പലർക്കും പല മറുപടി ആയിരിക്കും. എന്നാൽ ഒരു ഉമ്മയോട് ചോദിച്ചാൽ, ഒരു കുട്ടിയെ പ്രസവിച്ച് പോറ്റി വളർത്തിയ ഒരു ഉമ്മയോട്, മാതാവിനോട് ചോദിച്ചാൽ ആ ഉമ്മ പറയുന്നത് ഒരു കുട്ടിയെ പോറ്റി വളർത്തി സമൂഹത്തിൽ ഒരാളാക്കി മാറ്റുക എന്നതാണ്. അത് വല്ലാത്ത ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. കാരണം ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ച സമയത്ത് നടന്നോളണമെന്നില്ല, കറക്റ്റ് ഉറക്കം തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല, അതുപോലെ തന്നെ നല്ല ക്ഷമ വേണം. ഇങ്ങനെ തുടങ്ങി ഒരുപാട് റിസ്കുകൾ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലമാണ് അതിന് ഓഫർ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ പുതിയ കാലത്ത് നമ്മൾ മക്കളോട് സമീപിക്കേണ്ട ചില രീതികളുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ പാരൻറ്റിങ് കോഴ്സുകളും ഒക്കെ വളരെ സുലഭമാണല്ലോ. പല നാടുകളിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ അതിൻ്റെ ഒരുപാട് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഒരു കുട്ടിയോട് നമ്മൾ സമീപിക്കുമ്പോൾ അറിഞ്ഞുകൊണ്ട് ബോധത്തോടു കൂടെയാണ് കുട്ടികളോട് നമ്മൾ പ്രത്യേകിച്ചും കുട്ടികളോട് സമീപിക്കേണ്ടത്. കാരണം ഒരു ഇസ്ലാമികമായൊരു ചിന്തയിൽ നമ്മൾ ഈ കാര്യത്തൊന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, ഇസ്ലാമിൽ 7 വയസ്സായാൽ കുട്ടിയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അവിടെ അടിക്കേണ്ട ആവശ്യമില്ല. 10 വയസ്സ് കഴിഞ്ഞാൽ കുട്ടി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം. ഈ ഒരൊറ്റ പോയിന്റ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ തന്നെ ഇതിൽ ഒരുപാട് പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഇതിൽ മറഞ്ഞു കിടക്കുന്നുണ്ട്. എന്താണത്? 7 വയസ്സായാൽ കുട്ടിയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നു. എന്താണ് 7 വയസ്സിന്റെ കണക്ക്? അത് നമുക്കൊന്ന് കുട്ടികളെ വിലയിരുത്തിയാൽ മനസ്സിലാവും. ഈ 7 വയസ്സുവരെ കുട്ടി അവൻ്റെ പരിസരത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചും അവൻ മനസ്സിലാക്കി വെക്കുകയാണ്. കാര്യങ്ങളൊക്കെ അവൻ ആ ഒരു സമയത്ത് മനസ്സിലാക്കി വെക്കുന്നുണ്ട്. ഭാഷകൾ പഠിക്കുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ കേരളത്തിൽ മാത്രം ഇത്ര ജില്ലകളിൽ എത്ര സ്ലാങ്ങുകളാണ് സംസാരിക്കുന്നത്. അതിൽ ഓരോ ജില്ലയിലുള്ള കുട്ടികളും ആ സ്ലാങ്ങാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് അവൻ്റെ ചെറുപ്പത്തിൽ അവൻ കേട്ടു പഠിച്ച, മാതാപിതാക്കളിൽ നിന്നൊക്കെ കേട്ടു പഠിച്ച ആ ഒരു അത് അവൻ്റെ മൈൻഡിലേക്ക്, മെമ്മറിയിലേക്ക് കയറി ആ ശൈലിയിലാണ് അവനും സംസാരിക്കുന്നത്. സൗദിയിലെ ചെറിയ കുട്ടി അറബി സംസാരിക്കും. അമേരിക്കയിലെ ചെറിയ പിഞ്ചു കുഞ്ഞ് ഇംഗ്ലീഷാണ് സംസാരിക്കുക. അപ്പോൾ അതവർ ചെറുപ്പത്തിലെ കേൾക്കുന്നതായതുകൊണ്ടാണ്. അപ്പോൾ 7 വയസ്സ് ഈ കുട്ടി ഇങ്ങനെ ചുറ്റുപാടും നിരീക്ഷിച്ചുകൊണ്ട് പലതും അറിഞ്ഞും മനസ്സിലാക്കിയൊക്കെ ജീവിക്കുകയാണ്. 7 വയസ്സ് കഴിഞ്ഞാൽ അത് അവൻ്റെ കൂട്ടുകാർക്കിടയിലും അതുപോലെ തന്നെ അവൻ്റെ ഗ്യാങ്, അവൻ്റെ സ്കൂളിലൊക്കെ അവനത് പയറ്റാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇസ്ലാം 7 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിസ്കാരം കൊണ്ട് അവരോട് കൽപ്പിക്കണം എന്ന് പറഞ്ഞത്. കാരണം അത് പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സമയമാണ്, ചെയ്ത് പഠിക്കാൻ തുടങ്ങുന്ന സമയമാണ്. അത് കഴിഞ്ഞ് 10 വയസ്സാകുമ്പോഴേക്ക് ഏകദേശം കുട്ടി മെച്യൂർഡ് ആവുകയാണ്. കൂടുതലൊന്നുകൂടെ കുട്ടി വളരുകയാണ്. മാനസികമായും ശാരീരികമായൊക്കെ വളർച്ച വരികയാണ്. അപ്പോൾ ഇസ്ലാം പറഞ്ഞു, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? അവനൊന്ന് പേടിപ്പിക്കണം. അടിക്കണം എന്ന് പറഞ്ഞത് ഒരിക്കലും വേദനിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. ഒന്ന് പേടിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം അടിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പറഞ്ഞു അവൻ്റെ മാനസികമായി അവനെ തളർത്തുന്ന രൂപത്തിലോ ശരീരത്തിൽ പാടുകൾ വരുന്ന രൂപത്തിലോ ഇത്രയൊന്നും ഗുരുതരമായി അടിക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം പേടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാര്യം നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഏത് വിഷയം എടുത്താലും ഇതിൻ്റെ താഴെയല്ലേ വരുള്ളൂ. കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല, പറയുന്നത് കേൾക്കുന്നില്ല. അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മമാണ് നിസ്കാരം. ഈ നിസ്കാരം പോലും അവരോട് കൽപ്പിക്കാൻ പറഞ്ഞത് 7ാമത്തെ വയസ്സിൽ കഴിഞ്ഞിട്ടും അതിൻ്റെ പേരിൽ അവരെ ഭയപ്പെടുത്താൻ, പേടിപ്പിച്ച് അവരെ നിസ്കരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ പറഞ്ഞത് 10 വയസ്സിലുമാണ്. അപ്പോൾ മാതാപിതാക്കളാകുന്ന നമ്മളിത് ചിന്തിച്ചാൽ മതി. അപ്പോൾ ചെറുപ്പത്തിലെ കുട്ടികളെ പേടിപ്പിക്കാനോ അവരെ വടിയെടുത്ത് അടിക്കാനോ അനാവശ്യമായി ശകാരിക്കാനോ ഒരു പാരന്റും മുതിരാൻ പാടില്ല. അങ്ങനെയൊക്കെ അറിവില്ലാതെ ചെറുപ്പത്തിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മെൻ്റലി അവരെ
തളർത്തിയതുകൊണ്ടാണ് പിന്നെ അവർ വലുതായ ശേഷം സ്കൂളിലും മദ്രസയിലൊക്കെ പോകാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ കുട്ടി പറയുന്നത് കേൾക്കുന്നില്ല എന്ന പരാതി രക്ഷിതാക്കൾ പറയുന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ ഇതാണ്. ചെറുപ്പത്തിൽ താങ്ങാൻ കഴിയുന്നതിനപ്പുറം ഭാരം, നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. അത് ചെയ്യരുത്, ഇത് ചെയ്യണം, അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഈ രൂപത്തിൽ അവരുടെ ചെറിയ മനസ്സിന് താങ്ങാൻ പറ്റാത്ത കുറേ നിർദ്ദേശങ്ങളും നിയമങ്ങളും ഇസ്ലാമിൻ്റെ കർമ്മങ്ങൾ കൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ആ കാര്യങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുട്ടികളോട് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അവർ ക്യാച്ച് ചെയ്യുന്നത് നമ്മുടെ പ്രവൃത്തികളാണ്. പ്രത്യേകിച്ച് 7 വയസ്സ് വരെയുള്ള കുട്ടികളുടെ മുമ്പിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ കരുതും കുട്ടികളല്ലേ, എന്താ പ്രശ്നം? അങ്ങനെയല്ല. അവർ നമ്മെ നിരീക്ഷിക്കുന്നത് പോലെ വേറെ ഒരാളും നമ്മെ നിരീക്ഷിക്കുന്നുണ്ടാവില്ല. അത്രയും കൂലങ്കൃശമായി അവർ നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠിച്ചും മനസ്സിലാക്കിയും വെച്ചതാണ് അവർ പിന്നെ സമൂഹത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ, വളർന്നു വലുതായി വരുമ്പോൾ അവരും ഈ സമൂഹത്തോട് ചെയ്യാൻ പോകുന്നത് ആ രൂപത്തിലുള്ള കാര്യങ്ങളാണ്. നമ്മളൊരാളോട് സംസാരിക്കുന്ന ശൈലി, നമ്മുടെ ഇടപെടൽ, നമ്മളെങ്ങനെയാണ് ദേഷ്യം പിടിക്കുന്നത്, ഇതൊക്കെ അതുപോലെ നമ്മുടെ മക്കളും ക്യാച്ച് ചെയ്യും എന്നത് ഒന്ന് വീക്ഷിച്ചാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. ഒരാൾ നല്ല കൂളായിട്ട് നടക്കുന്ന ആളാണ് നാട്ടിൽ. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ മകനും മക്കളൊക്കെ ആ ഒരു രൂപത്തിലായിരിക്കും. എന്നാൽ നാട്ടിൽ പ്രശ്നങ്ങളും കലഹങ്ങളും ഉണ്ടാക്കി നടക്കുന്ന ഒരാളാണെങ്കിലോ ഏറെക്കുറെയൊക്കെ അദ്ദേഹത്തിൻ്റെ മക്കളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്? ഈ പ്രായത്തിൽ അവരോരോന്നും കണ്ടുപഠിച്ച് നമ്മെ ഫോളോ ചെയ്യാൻ അവർ ശ്രമിക്കും. ഒരു പ്രായമാകുമ്പോൾ അത് സ്വാഭാവികമാണ്. അപ്പോൾ ഈ പ്രായത്തിൽ നമ്മൾ അവരുടെ മുമ്പിൽ നിന്ന് എന്ത് ചെയ്യുകയാണെങ്കിലും നല്ലതേ നമ്മുടെ പ്രവർത്തനങ്ങളിൽ വരാൻ പാടുള്ളൂ. കാരണം അവരത് കണ്ടാണ് കോപ്പി അടിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ്, നമ്മൾ കുട്ടികളെങ്ങനെ കമ്പയർ ചെയ്യും. അവനങ്ങനെയാണല്ലോ, എന്താ എനക്കും അങ്ങനെ ആയാൽ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കമൻസുകൾ നമ്മളെ സംസാരത്തിൽ വന്നു പോകും. അത് ആ കുട്ടിയെ വളർത്തുന്നതിന് പകരം തളർത്തുകയാണ് ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഓരോന്നും മനസ്സിലാക്കി കുട്ടിയോട് ഇടപെട്ടാൽ മാത്രമേ കുട്ടിയെ, പ്രത്യേകിച്ച് പുതിയ കാലത്ത് മക്കളെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുള്ളൂ. പൂർണ്ണമായൊന്നും കൈപ്പിടിയിൽ ഒതുക്കാൻ ഇനിയുള്ള കാലത്ത് സാധിച്ചോളണമെന്നില്ല. കാരണം കാലഘട്ടം അത്രമേൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു നിയന്ത്രണമെങ്കിലും നമുക്ക് അവരുടെ മേലിൽ കിട്ടണമെങ്കിൽ ഈ രൂപത്തിൽ ബോധപൂർവം അറിഞ്ഞുകൊണ്ട് ഓരോ സമയവും അവരോട് ഇടപെട്ടുകൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളായി നമ്മുടെ മക്കളെ അല്ലാഹു വളർത്തി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.